Hello everyone, welcome to LearnMate Academy. I am Manaka Sundosh, your online teacher. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് +2 ബിസിനസ് സ്റ്റഡീസിലെ എക്സാംസിനൊക്കെ റിപ്പീറ്റഡായിട്ട് ചോദിച്ചു കണ്ടുവരുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ആണ് കേട്ടോ. ഇതുവരെ നിങ്ങളൊന്നും പഠിക്കാതിരിക്കുന്ന സ്റ്റുഡൻസ് ആണോ? എങ്കിൽ നമുക്ക് ഇപ്പോൾ തൊട്ടെങ്കിലും പഠിച്ചിട്ട് നല്ല മാർക്ക് അച്ചീവ് ചെയ്താലോ? സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ ഓൺലൈൻ ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യണം. 7012787895. സോ ഏതൊക്കെയാണ് ആ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് എന്ന് നോക്കാം കേട്ടോ. അപ്പം ഞാൻ വീണ്ടും പറയണേ, പാസ്സാവില്ല എന്ന് ഉറപ്പുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിർബന്ധമായിട്ട് ഒരു വീഡിയോ കണ്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്ലി ഇരുന്ന് പഠിക്കേണ്ടതാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡെഫിനേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ പേപ്പർ. കൊമേഴ്ഷ്യൽ പേപ്പർ അഥവാ CPന്റെ ഡെഫിനേഷൻ. കൊമേഴ്ഷ്യൽ പേപ്പർ ഈസ് എ ഷോർട്ട് ടേം ആൻഡ് സെക്യൂർഡ് പ്രോമിസറി നോട്ട്, negotiable and transferable by means of endorsement and delivery with a fixed maturity period. ഓക്കെ, അപ്പോൾ കൊമേഴ്ഷ്യൽ പേപ്പർ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇതൊരു പ്രോമിസറി നോട്ടാണല്ലേ. വളരെ ചുരുങ്ങിയ കാലയളവിലേക്ക് കൊടുക്കുന്ന ഒരു പ്രോമിസറി നോട്ടാണ് നമ്മുടെ കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. ഇവിടെ ട്രാൻസ്ഫറബിളും കാര്യങ്ങളൊക്കെ വളരെ പോസിബിൾ ആണ്. അതും മെച്യൂരിറ്റി പീരീഡ് അല്ലേ, നമുക്ക് നിലവിൽ തന്ന പീരീഡിനുള്ളിൽ ട്രാൻസ്ഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഈ ഒരു പേപ്പറിന് അല്ലെങ്കിൽ ഈ ഒരു പ്രോമിസറി നോട്ടിനെയാണ് എന്ത് പറയുക? കൊമേഴ്ഷ്യൽ പേപ്പർ അഥവാ CP എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ ഇന്റർനാഷണൽ ബിസിനസ്? ഇന്റർനാഷണൽ ബിസിനസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഇന്റർനാഷണൽ ബിസിനസ് കംപ്രൈസസ് ഓൾ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ 2 or more region, കൺട്രീസ് ആൻഡ് നേഷൻസ് ബിയോണ്ട് ദിയർ പൊളിറ്റിക്കൽ ബൗണ്ടറീസ്. രണ്ടിലധികം കൺട്രീസ് അല്ലെ, രാജ്യങ്ങളോ നേഷൻസോ തമ്മിൽ നടത്തുന്ന ബിസിനസ്സിനെയാണ് എന്ത് പറയാ? ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയാം. ഓക്കെ, ദെൻ വാട്ട് ഈസ് ബിസിനസ് എത്തിക്സ്? The word ethics derived from the Greek word ethos, which means character, guiding beliefs or sentiments of community. In simple words, ethics specify what is good or bad, fair or unfair, right or wrong. ഓക്കെ, അപ്പോൾ ബിസിനസ് എത്തിക്സ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്ന എന്താണ്? ഈ ഒരു വേർഡ് എത്തോസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ക്യാരക്ടർ അല്ലെ, സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ ബിലീഫ്, വിശ്വാസങ്ങൾ, സെന്റിമെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി, ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ബിസിനസ് എത്തിക്സ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഏതാണ് നല്ലത്, ചീത്ത, അതുപോലെ തന്നെ ഏതാണ് ഫെയർ, ന്യായമായതും അന്യായമായതും ഏതാണ്, ഏതൊക്കെയാണ് അതുപോലെ റൈറ്റും റോങ്ങും, തെറ്റും ശരിയായത് ഏതൊക്കെ, ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് എത്തിക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ഓഫ് ബിസിനസ് റിസ്ക് ആൻഡ് ഇറ്റ്സ് കോസസ്. എന്താണ് ബിസിനസ് റിസ്ക്, അതുപോലെ തന്നെ അതിൻ്റെ കോസസ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് ബിസിനസ് റിസ്ക് അല്ലേ. ബിസിനസ് റിസ്ക് എന്താണെന്ന് അറിയണം. റിസ്ക് മീൻസ് പോസിബിലിറ്റി ഓഫ് ലോസ്. ബിസിനസ് റെഫേഴ്സ് ടു ദി പോസിബിലിറ്റി ഓഫ് ഇൻഅഡിക്വേറ്റ് പ്രോഫിറ്റ് ഓർ ഈവൻ ലോസസ് ഡ്യൂ ടു അൺസർട്ടിനിറ്റീസ് ഓർ അൺഎക്സ്പെക്ട് ഈവൻസ്. അതായത് പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് വരുന്ന ലോസസിനെയാണ് എന്ത് പറയുക? ബിസിനസ് റിസ്ക് എന്ന് പറയാം. ഒന്നില്ലെങ്കിൽ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കമ്പനിക്ക് നഷ്ടം വന്നിട്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നതിനാണ് നമ്മൾ ബിസിനസ് റിസ്ക് അഥവാ ബിസിനസ്സിൽ വരുന്ന നഷ്ടത്തിനെയാണ് നമ്മൾ ബിസിനസ് റിസ്ക് എന്ന് പറയാം. ഇനി എന്തൊക്കെ കോസസ് കാരണമായിരിക്കും ബിസിനസ് റിസ്ക് വരുന്നുണ്ടാവുക? ഫസ്റ്റ് വൺ ആണ് നാച്ചുറൽ കോസസ്. നാച്ചുറൽ കോസസ് പീപ്പിൾ ഹാവ് വെരി ലിറ്റിൽ കൺട്രോൾ ഓവർ നാച്ചുറൽ കലാമിറ്റീസ് ലൈക്ക് ഫ്ലഡ്, എർത്ത്, ലൈറ്റനിങ്, ഫെമൈൻ എക്സെട്ര. അതായത് നമ്മുടെ പ്രകൃതി തരുന്ന ചില പ്രശ്നങ്ങളെയാണ് നമ്മൾ നാച്ചുറൽ കോസസ്, പ്രകൃതി തരുന്ന ചില അപകട സാധ്യതകൾ. എങ്ങനെയൊക്കെയുള്ളതാണ്? ഫ്ലഡ് അല്ലെ, വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ എർത്ത്, ഭൂമി കുലുക്കം, ലൈറ്റനിങ്, ഫെമൈന്, പട്ടിണി. അപ്പോൾ ഇതൊക്കെ എന്താണ്? പ്രകൃതി നമുക്ക് തരുന്നതാണ്, പ്രകൃതി തരുന്ന അപകട സാധ്യതകൾ. സെക്കൻഡ് വൺ ആണ് ഹ്യൂമൻ കോസസ്. ഹ്യൂമൻ കോസസ് കൺസിസ്റ്റ് ഓഫ് അൺഎക്സ്പെക്റ്റഡ് ഈവൻറ്റ്സ് സച്ച് ആസ് സ്ട്രൈക്ക്, റയോട്ട്സ്, പവർ ഫെയിലിയർ, മാനേജ്മെന്റ് ഇൻഎഫിഷ്യൻസി എക്സെട്ര. ഹ്യൂമൻ കോസസ് എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യന്മാരുണ്ടാക്കുന്ന അപകട സാധ്യതകൾ. അതിന് എക്സാമ്പിളാണ് നമ്മൾ പെട്ടെന്ന് സമരം വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് പവർ കട്ടായിട്ട് പോവുക, ഇന്നൊരു ദിവസം കറണ്ട് വരില്ല എന്ന് പറയാം, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ. തേർഡ് വൺ എക്കണോമിക് കോസസ്. Economic causes include uncertainty relating to demand for goods, competitions, price, ചേഞ്ചിങ് ടെക്നോളജി ഓർ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ. എക്കണോമിക് കോസസ് എന്ന് വെച്ചാൽ എക്കോണമിയിലെ നമ്മുടെ എക്കോണമി ഉണ്ടാക്കുന്ന അപകട സാധ്യതകൾ. എങ്ങനെയുള്ളതൊക്കെയാണ്? പെട്ടെന്ന് ഡിമാൻഡ് കുറയുക, ഗുഡ്സിൻ്റെ ഡിമാൻഡ് കൂടുകയോ കുറയുന്ന ചെയ്യുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഗുഡ്സ് തമ്മിലുള്ള കോമ്പറ്റീഷൻ, പ്രൈസ് അല്ലേ, പെട്ടെന്ന് വില കൂടുക കുറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, ടെക്നോളജിയുടെ മാറ്റം, ഇതൊക്കെയാണ്. ഇനി ലാസ്റ്റ് പോയിന്റ് ആണ് അല്ലെങ്കിൽ ലാസ്റ്റ് കോസ് ആണ് അതർ കോസസ്. Unforeseen events like political instability, mechanical failures such as bursting of boiler, exchange rate fluctuations, etc. ഇതെന്ന് വെച്ചാൽ ഇതിൽ മൂന്നിൽ പെടാത്ത അതർ കോസസ് ആണ് ചോദിക്കുന്നത്. എങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും? പൊളിറ്റിക്കൽ ആയിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ മെക്കാനിക്കൽ ഉണ്ടാവുന്ന ഫെയിലിയേഴ്സ്,
ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ദെൻ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് പോളിസി. എന്തൊക്കെ ടൈപ്പിലാണ് ഇൻഷുറൻസ് പോളിസി ഉള്ളത്? ഫസ്റ്റ് വൺ ആണ് ഹോൾ ലൈഫ് പോളിസി, എൻഡോമെന്റ് ലൈഫ് അഷുറൻസ് പോളിസി, ജോയിന്റ് ലൈഫ് പോളിസി, അന്യൂറ്റി പോളിസി, ചിൽഡ്രൻസ് എൻഡോമെന്റ് പോളിസി. ഇതിൽ ഏതെങ്കിലും ഒരു മൂന്നിടത്തിന്റെ എക്സ്പ്ലനേഷൻ അറിയുന്നത് കുറച്ചുകൂടെ മെറിറ്റ് ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് ആണ് എക്സ്പ്ലെയിൻ ദി ഫോളോയിങ് ടേംസ്. പെഡലേഴ്സ്, ഹോക്കേഴ്സ്, ചീപ്പ് ജാക്സ്. അപ്പോൾ ഈ മൂന്ന് ടേംസിനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് പെഡലേഴ്സ്. Peddlers are petty traders who carry the products on a bicycle or handcart or on their heads and move from place to place selling their products at the doorstep of the customers. നമ്മളല്ലേ വാങ്ങുന്ന ആൾക്കാരെയാണ് നമ്മൾ കസ്റ്റമേഴ്സ് എന്ന് പറയാം അല്ലേ. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ കാൽ ചൂട്ടിലേക്ക് എങ്ങനെയൊക്കെയാണ് ഇവർ വരുന്നത്? സൈക്കിൾ യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ കാളവണ്ടി അങ്ങനെ എന്തെങ്കിലും വണ്ടികൾ കൊണ്ടോ എന്തെങ്കിലും വെഹിക്കിൾ കൊണ്ടോ അല്ലെങ്കിൽ തലയിൽ വെച്ചോ നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ മുൻപിൽ വന്ന് വിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാം? പെഡലേഴ്സ് എന്ന് പറയാം. ദെൻ ഹോക്കേഴ്സ്. Hawkers use vehicle to carry the goods while peddlers carry them on their heads. നമ്മുടെ പെഡലേഴ്സിനെ പോലത്തെ ഇനിയൊരു ആൾക്കാരാണ് ഹോക്കേഴ്സ്. ഹോക്കേഴ്സ് എന്ത് ചെയ്യും? വെഹിക്കിളിൽ ഗുഡ്സ് ക്യാരി ചെയ്യും. ഒരു പ്ലേസിൽ നിന്ന് അനദർ പ്ലേസിലേക്ക് ഗുഡ്സ് എത്തിക്കാൻ വേണ്ടി വെഹിക്കിൾ ക്യാരി ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ഹോക്കേഴ്സ് എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ ആണ് ചീപ്പ് ജാക്സ്. Cheap jacks are petty retailers having independent shop of a temporary nature in business locality dealing in consumer item. അതായത് ഇവരൊരു ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇവർക്ക് പ്രത്യേകിച്ച് സ്ഥലമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നിലവിലുള്ള സ്ഥലത്തിൽ ഒരു ചെറിയ കട തുടങ്ങി നമുക്ക് ആവശ്യമുള്ള ഗുഡ്സും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക? ചീപ്പ് ജാക്സ് എന്ന് പറയാം. ഇവർ കുഞ്ഞു കട കേട്ടോ, ഒരുപാട് വലുതല്ല, ചെറിയൊരു കടയിട്ട് നമുക്ക് ആവശ്യമുള്ള ഗുഡ്സ് വിൽക്കുക. Then definition of economic activity. Economic activity definition. Activities undertaken with the object of earning money or livelihood are known as economic activities. നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ജീവിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ പ്രോഫിറ്റ് ലാഭം മാത്രം പ്രതീക്ഷിച്ച് ചെയ്യുന്ന ബിസിനസ്സിനെയാണ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയാം. നെക്സ്റ്റ് ആണ് ഡെഫിനിഷൻ ഓഫ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി. Activities which are undertaken to derive psychological satisfaction or for religious or social obligations or are performed out of love, sympathy and similar sentiments are called non-economic activities. അതായത് ഇപ്പോൾ നമ്മൾ റോട്ടിലൂടെ പോവുകയാണ്, ആ ഒരു സമയത്ത് ഭക്ഷണം ഇല്ലാതെ ഒരാൾ ഇരിക്കുന്നു. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഭക്ഷണം മേടിച്ച ആൾക്ക് കൊടുക്കുക. അപ്പം ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അയാളുടെ എന്ത് ലാഭം പ്രതീക്ഷിച്ചല്ല അല്ലേ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ളതിനെയാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയാം. നമ്മൾ ലാഭമൊന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആണ് എന്ത് പറയാ? നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയാം. ദെൻ വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്? ബിസിനസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റ് പോയിന്റ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി ആണ്. എഗെയിൻ അതാണ് നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ബിസിനസ്. സെക്കൻഡ് വൺ പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓൾ ബിസിനസ് കൺസേൺസ് എയ്തർ മാനുഫാക്ചർ ഗുഡ്സ് ഓർ പ്രൊക്യൂർ ദം ഫ്രം പ്രൊഡ്യൂസേഴ്സ് ടു ബി സോൾഡ് ടു കൺസ്യൂമേഴ്സ്. ഈ ഒരു പോയിന്റിൽ എന്താണ് മീൻ ചെയ്യുന്നത്? എല്ലാ ബിസിനസ്സിലും കൺസേൺ എന്താണ്? മാനുഫാക്ചറിങ് ഗുഡ്സ് ആണ് അല്ലേ. ഗുഡ്സിന്റെ പ്രൊഡക്ഷൻ ആണ് എല്ലാ ബിസിനസ്സും കൺസേൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ കൃത്യമായിട്ട് പ്രൊഡ്യൂസേഴ്സ് ആർക്ക് വിൽക്കണം? നമ്മുടെ കൺസ്യൂമേഴ്സിന് വിൽക്കണം എന്നാണ് പറയുന്നത്. തേർഡ് പോയിന്റ് ആണ് സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ സെയിലും ചെയ്യും അതുപോലെ തന്നെ എക്സ്ചേഞ്ച് കൈമാറ്റവും ചെയ്യുന്നു. എന്തൊക്കെയാണ്? ഗുഡ്സും അതുപോലെ തന്നെ സർവീസും. ഫോർത്ത് പോയിന്റ് ഡീലിംഗ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ്. കൃത്യമായൊരു ബേസിസിൽ ഗുഡ്സും സർവീസും ഡീൽ ചെയ്യുക. അതായത് ഒരു പേഴ്സൺ നമ്മുടെ അടുത്ത് ഒരു ഐറ്റം ചോദിച്ചു, സോ നമ്മൾ 50 രൂപ എന്ന് പറഞ്ഞാൽ അടുത്ത ആൾ വരുമ്പോൾ 30 രൂപ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. റെഗുലർ ആയിട്ടൊരു ബേസിസ് വേണം. നമ്മൾ എല്ലാവരുടെ അടുത്തും ഒരേ വില തന്നെ പറഞ്ഞ് സാധനങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഫിഫ്ത്ത് പോയിന്റ് പ്രോഫിറ്റ് ഏർണിംഗ്. വൺ ഓഫ് ദി മെയിൻ പേർപ്പസ് ഓഫ് ബിസിനസ് ഈസ് ടു ഏൺ പ്രോഫിറ്റ്. നമ്മുടെ ബിസിനസ്സിൻ്റെ തന്നെ മെയിൻ എയിം എന്ന് പറയുന്നത്, മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ പ്രോഫിറ്റ് ഏർണിംഗ് ആണ്, ലാഭം കിട്ടുക എന്നുള്ളതാണ്. സിക്സ് പോയിന്റ് അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ. ദർ ഈസ് ഓൾവേസ് അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ ഇൻ ദി ബിസിനസ്. നമ്മുടെ ബിസിനസ്സിൽ എപ്പോഴും എന്തെന്ന് മാത്രം പ്രതീക്ഷിക്കാൻ പാടില്ല, പ്രോഫിറ്റ് മാത്രം എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. പകരം ചില സമയങ്ങളിൽ എന്തും കൂടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, നമുക്ക് നഷ്ടങ്ങൾ അഥവാ ലോസും കൂടെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ആണ് ഡിഫൈൻ ഇൻഡസ്ട്രി. ഓക്കെ, Industry refers to economic activities which are concerned with conversion of resources into useful goods. Okay, അതായത് നമ്മുടെ ഇൻഡസ്ട്രി എന്നതുകൊണ്ട് മീൻ ചെയ്യുന്ന എന്താണ്? നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി തരുന്ന ആ സ്ഥാപനത്തിനെയാണ് നമ്മൾ എന്ത് പറയാം? ഇൻഡസ്ട്രീസ് എന്ന് പറയാം. അതായത് നമ്മൾ കൊടുക്കുന്ന റിസോഴ്സ് യൂസ്ഫുൾ ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ഇൻഡസ്ട്രീൻ്റെ മെയിൻ ഫങ്ഷൻ.
ദെൻ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ്. ഇൻഡസ്ട്രീസ് 3 ടൈപ്പാണല്ലേ ഉള്ളത്, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രൈമറി ഇൻഡസ്ട്രീസ്. ഇൻവോൾവ്ഡ് ഇൻ ദി എക്സ്ട്രാക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് റോ മെറ്റീരിയൽസ്. പ്രൈമറി ഇൻഡസ്ട്രീസ് മെയിൻ ആയിട്ട് എന്താ ചെയ്യുന്നത്, എക്സ്ട്രാക്ഷനും പ്രൊഡക്ഷനാണ്. എക്സ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ കുഴിച്ചെടുക്കൽ, അതുപോലെ തന്നെ ഉണ്ടാക്കൽ. പ്രൊഡക്ഷനുമാണ് ചെയ്യുന്നത്. എന്തിനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, റോ മെറ്റീരിയൽസിനെയാണ്. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു പ്രൈമറി ഇൻഡസ്ട്രീസ് 2 ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ആണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ്, സെക്കൻഡ് വൺ ആണ് ജനറ്റിക് ഇൻഡസ്ട്രീസ്. Extractive industries engaged in the extraction or drawing out of products from natural resources like soil, water, air, etc. are called extractive industries. നമ്മുടെ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ അല്ലേ, മണ്ണ്, അതുപോലെ തന്നെ വെള്ളം, എയർ, കാറ്റ്, ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്തെങ്കിലും സാധനം എക്സ്ട്രാക്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇതിനാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് എന്ന് പറയാം. എക്സ്ട്രാക്ട് ചെയ്യാൻ മീൻസ് വേർതിരിച്ചെടുക്കുക. ഓക്കെ. Then genetic industries. Industries engaged in breeding plants and animals for their use in further reproduction are known as genetic industry. Genetic industry എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് നമ്മൾ പ്ലാന്റ്സിൽ നിന്നോ ചെടികളിൽ നിന്നോ ആനിമൽസ് മൃഗങ്ങളിൽ നിന്നോ നമ്മുടെ യൂസിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി അവരെ സമീപിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇതിനെയാണ് എന്ത് പറയുക, ജനറ്റിക് ഇൻഡസ്ട്രീസ് എന്ന് പറയാം. ആ ജനറ്റിക് ഇൻഡസ്ട്രി. ദെൻ സെക്കൻഡ് ടൈപ്പ് ആണ് അല്ലേ, നമ്മുടെ പ്രൈമറി ഇൻഡസ്ട്രി കഴിഞ്ഞു. ഇനി സെക്കൻഡ് വൺ ആണ് സെക്കൻഡറി ഇൻഡസ്ട്രീസ്. പ്രൊഡ്യൂസ്ഡ് ഫോർ ഫൈനൽ കൺസംഷൻ ഓർ ഫോർ ഫർദർ പ്രോസസ്സിങ്. നമ്മുടെ കഴിയാനായ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മൾ ഷർട്ട് അടിക്കാൻ കൊടുക്കുകയാണ്, അപ്പോൾ ഷർട്ട് അടിച്ചു കഴിഞ്ഞു, ദെൻ ബട്ടൺസ് വെക്കാനുള്ള ആ ഒരു സ്റ്റെപ്പ്, ഇതിന് അല്ലെങ്കിൽ നമ്മളെല്ലാം റെഡി ആയി ചെറിയൊരു പണിയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഇൻഡസ്ട്രിയാണ് സെക്കൻഡറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ സെക്കൻഡറി ഇൻഡസ്ട്രിയും 2 ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസും. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എൻഗേജ്ഡ് ഇൻ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ത്രൂ പ്രോസസ്സിംഗ് ഓഫ് റോ മെറ്റീരിയൽസ് ഓർ semi-finished materials are called manufacturing industries. മാനുഫാക്ചർ ചെയ്യുക എന്നതുകൊണ്ട് എന്തായിരിക്കും മീൻ ചെയ്യുന്നുണ്ടാവുക, ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ റോ മെറ്റീരിയൽസ് എന്തിനു വേണ്ടി ഉണ്ടാക്കിയെടുക്കുകയാണ്, സെമി ഫിനിഷ്ഡ് എന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞു ആ ഒരു മെറ്റീരിയലിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന അതിനെയാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്ന് പറയാം. ഈ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് മെയിൻലി 4 ടൈപ്പാണ്: അനലിറ്റിക്കൽ ഇൻഡസ്ട്രി, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി, പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി, അസംബ്ലിംഗ് ഇൻഡസ്ട്രി. ഈ ഇൻഡസ്ട്രീസിൻ്റെയൊക്കെ എക്സാമ്പിൾസ് ആണ് നിങ്ങൾ മോസ്റ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ഇനി സെക്കൻഡ് വൺ ആണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് ഇൻവോൾവ്ഡ് ഇൻ ദി കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്സ്, റോഡ്സ്, ഡാംസ്, ബ്രിഡ്ജസ്, ടണൽസ് എക്സെട്ര ആർ കോൾഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ്. ഈ കൺസ്ട്രക്ട് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യുക, ദാറ്റ് മീൻസ് വീട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുക, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുക, ഇതിനൊക്കെയാണ് നമ്മൾ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയുള്ളതൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ബിൽഡിങ്, റോഡ്, ഡാം, ബ്രിഡ്ജ്, ടണൽസ്. ഓക്കെ. ദെൻ ഡെഫിനിഷൻ ഓഫ് കൊമേഴ്സ് അല്ലേ, കൊമേഴ്സിൻ്റെ ഡെഫിനിഷൻ എന്താണ്? കൊമേഴ്സിൻ്റെ ഡെഫിനിഷൻ: കൊമേഴ്സ് ഈസ് ദി സം ടോട്ടൽ ഓഫ് ഓൾ ദോസ് പ്രോസസ്സസ് വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ ദി ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ദി പ്രൊഡ്യൂസേഴ്സ് ടു ദി കൺസ്യൂമേഴ്സ്. അപ്പോൾ ഈ കൊമേഴ്സ് എന്ന് പറയുന്നതിന് എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിനെയും സം ടോട്ടലാണ്. അതുപോലെ തന്നെ ഇവിടെ ഗുഡ്സ് ആൻഡ് സർവീസസ് ട്രാൻസ്ഫേർസ് കൂടി ചെയ്യുന്നുണ്ട് പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് കസ്റ്റമേഴ്സിലേക്ക്. ഈ ഒരു സിസ്റ്റത്തിനെയാണ് കൊമേഴ്സ് അഥവാ വാണിജ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ടൈപ്പ് ഓഫ് ട്രേഡ്. 2 ടൈപ്പിലാണല്ലേ ട്രേഡ് ഉള്ളത്, ഇന്റേണൽ ഉണ്ട്, എക്സ്റ്റേണൽ ഉണ്ട്. ഓക്കെ. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇന്റേണൽ ട്രേഡ്. ഇന്റേണൽ ഡൊമസ്റ്റിക് ഓർ ഹോം ട്രേഡ് ഈസ് കൺസേൺ വിത്ത് ദി ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് വിത്തിൻ ദി ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് ഓഫ് ദി കൺട്രി. ഒരു രാജ്യത്തിനകത്ത് തന്നെ നടക്കുന്ന ആ ഒരു ബൈയിങ് ആൻഡ് സെല്ലിംഗ് പ്രോസസ്സിനെയാണ് ഇന്റേണൽ ട്രേഡ് എന്ന് പറയാം. ഇന്റേണൽ ട്രേഡിന് മെയിൻലി 2 ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: ഹോൾസെയിൽ ട്രേഡും അതുപോലെ തന്നെ റീറ്റെയിൽ ട്രേഡും. ഹോൾസെയിൽ ട്രേഡ്: വെൻ ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ആൻഡ് സോൾഡ് ഇൻ ബൾക്ക് ഇറ്റ് ഈസ് കോൾഡ് ഹോൾസെയിൽ ട്രേഡ്. നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിച്ച് അതിന് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ബൾക്കായിട്ട് കിട്ടുമല്ലോ, അപ്പോൾ നമുക്ക് ഇത്ര കിലോ, 50 കിലോ, 60 കിലോ എന്നൊക്കെ പറഞ്ഞ് കിട്ടില്ലേ, ഇങ്ങനെയുള്ളതിനെയാണ് ഹോൾസെയിൽ ട്രേഡ് എന്ന് പറയാം. Okay, then retail trade. When goods are purchased and sold in comparatively smaller quantities, it is called retail trade. Wholesale പോലെ വലിയ ബൾക്കായിട്ടൊന്നും കൊടുക്കില്ല, അതിനും വെച്ച് കുറച്ചും കൂടി സ്മോളർ ക്വാണ്ടിറ്റീസ്, 1 കിലോ അല്ലെങ്കിൽ 3 കിലോ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ കൊടുക്കുന്നതിനാണ് എന്ത് പറയുക, റീറ്റെയിൽ ട്രേഡ് എന്ന് പറയാം. ഓക്കെ. ഇനി ടൈപ്സ് ഓഫ് ട്രേഡിൽ സെക്കൻഡ് വൺ ആണ് എക്സ്റ്റേണൽ ട്രേഡ്. External or foreign or in international trade consists of exchange of goods and services between persons, firms operating into 2 or more countries. 2 2-ലധികമോ രാജ്യങ്ങൾ തമ്മിൽ നടത്തുന്ന ആ ഒരു ബിസിനസ്സിനെയാണ് എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡിഫൈൻ എയ്ഡ്സ് ഓർ ഓക്സിലറീസ് ടു ട്രേഡ്. ഒന്നില്ലെങ്കിൽ എയ്ഡ്സ് ടു ട്രേഡ് ചോദിക്കും, അല്ലെങ്കിൽ ഓക്സിലറീസ് ടു ട്രേഡ് ചോദിക്കും. ഓക്സിലറീസ് ടു ട്രേഡ് ഇറ്റ് ബ്രീഫ്ലി ഡിസ്കസ്ഡ് ബിലോ. അപ്പോൾ ഓക്സിലറീസ് ടു ട്രേഡ് എന്താണ് ബ്രീഫ്ലി കുറച്ച് പോയിന്റ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്.
ഫസ്റ്റ് വൺ ആണ് ട്രാൻസ്പോർട്ട്. ഫെസിലിറ്റേറ്റ് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതായത് ട്രാൻസ്പോർട്ട് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്ന എന്താണ്? ഒരു പ്ലേസിൽ നിന്ന് അനദർ പ്ലേസിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫറിങ്, ഗുഡ്സ് കൊണ്ടെത്തിക്കുന്ന പ്രോസസ്സ്. സെക്കൻഡ് വൺ കമ്മ്യൂണിക്കേഷൻ. ഫെസിലിറ്റേറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ. ഒരു കമ്പനിയിൽ എന്തിനാണ് കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടന്നാൽ മാത്രമേ കൃത്യമായിട്ടുള്ള ആൾക്കാർക്ക് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പാസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. തേർഡ് വൺ ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. ബാങ്കിങ് ഹെൽപ്പ് ബിസിനസ് ആക്ടിവിറ്റീസ് ബൈ റിമൂവിങ് ദി ഹിൻഡ്രൻസ് ഓഫ് ഫിനാൻസ്. നമ്മൾ കമ്പനിയിലെ നമ്മളിപ്പോൾ ഓണായിട്ടൊരു ബിസിനസ് ചെയ്യുകയാണ്, ആ സമയത്ത് എന്തെങ്കിലും ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നാൽ ആ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരാതിരിക്കാൻ നോക്കുന്ന ആളാണ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്രൈസിസ് വന്ന് നമ്മൾ ഉടനെ ലോണും കാര്യങ്ങളിലേക്ക് സമീപിക്കും അല്ലേ? അതന്നെയാണ് ഇവിടെയും പറയുന്നത്. ഫോർത്ത് പോയിന്റ് ഇൻഷുറൻസ്. പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് റിസ്ക് ലൈക്ക് ഫയർ, തെഫ്റ്റ്, ലോസ് ഓർ ഡാമേജ് എക്സെട്ര അല്ലേ? അതായത് ഇൻഷുറൻസ് എന്തിനാണ് എടുക്കുന്നത്? നമുക്കൊരു പ്രൊട്ടക്ഷൻ, നമ്മുടെ കമ്പനിക്ക് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് തീപിടുത്തമോ അല്ലെങ്കിൽ ഭീഷണി അല്ലെങ്കിൽ നഷ്ടം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാകുന്ന ആ സാഹചര്യത്തിൽ അതൊന്നും ഇല്ലാതിരിക്കാൻ നോക്കുന്ന ആളാണ് നമ്മുടെ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് വൺ ആണ് വെയർ ഹൗസിംഗ്. ഓവർകമ്മിങ് ദി പ്രോബ്ലം ഓഫ് സ്റ്റോറേജ് ആൻഡ് ഫെസിലിറ്റേറ്റ് അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് വെൻ നീഡഡ്. നമുക്ക് ആവശ്യ സമയത്ത് മാത്രം ഗുഡ്സ് എടുക്കാനും അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് വരാതിരിക്കാനും നോക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നോക്കുന്നതാണ് വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത്. വെയർ ഹൗസിംഗ് ദാറ്റ് മീൻസ് ഈ സ്റ്റോറേജ് സ്പേസ്. ഓക്കെ. ദെൻ അഡ്വർടൈസിങ്, പ്രൊമോട്ടിംഗ് സെയിൽസ് അല്ലേ? അഡ്വർടൈസിംഗ് എന്താ? പരസ്യം കൊടുക്കുന്ന എന്തിനു തന്നെയാണ്? നമ്മുടെ സെയിൽ, നമ്മുടെ കച്ചവടം കുറച്ചും കൂടി നന്നാവാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് റോൾ ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റിന്റെ റോള്. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ദി സോഴ്സ് ഓഫ് ലിവ്ലിഹുഡ് ഫോർ ബിസിനസ്മാൻ. ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ജീവിക്കാൻ വേണ്ടിയുള്ളതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് ദി സോഴ്സ് ഓഫ് ഫണ്ട് ഫോർ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ബിസിനസ്. ഇതൊരു സോഴ്സ്, ഒരു ഫണ്ട്, നമുക്ക് പൈസ കിട്ടാനുള്ള ഒരു സോഴ്സ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് കിട്ടുന്നത്? നമ്മുടെ ബിസിനസിന്റെ ഗ്രോത്ത്, വളർച്ചയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് ഉള്ളതിലും വെച്ച് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാൻ, കുറച്ചും കൂടി വലുതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഴ്സ് ആണ്. തേർഡ് പോയിന്റ്, ഇറ്റ് സെർവ്സ് ആൻ ഇൻഡെക്സ് ഓഫ് ബിസിനസ് സക്സസ്. ബിസിനസ് കുറച്ചും കൂടി സക്സസ്സിൽ എത്തിക്കാൻ വേണ്ടി പ്രോഫിറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ദി റിവാർഡ് ഫോർ ടേക്കിംഗ് ബിസിനസ് റിസ്ക്. നമ്മുടെ റിസ്ക് ഒക്കെ എടുക്കുന്നതിനുള്ള പ്രതിഫലമാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ആഡ്സ് എക്കണോമിക് പവർ ആൻഡ് സ്റ്റാറ്റസ് ടു ബിസിനസ്മാൻ. ഇത് എക്കോണമിയിൽ കുറച്ച് പവറും അതുപോലെ തന്നെ നമുക്കൊരു സ്റ്റാറ്റസ് അല്ലേ, നമുക്കൊരു അഭിമാനവും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നു, എക്സ്പെഷ്യലി ബിസിനസ്മാൻ കേസിൽ. ഓക്കെ. ദെൻ ഇറ്റ് ഫെസിലിറ്റേറ്റ് ഫണ്ട് റേസിങ്. നമ്മുടെ കയ്യിലുള്ള ഫണ്ടിനെ വെച്ച് കുറച്ചും കൂടി ഫണ്ട് കൂട്ടാൻ, റേസ് ചെയ്യാൻ വേണ്ടി പ്രോഫിറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നേച്ചർ ഓഫ് ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്കിന്റെ നേച്ചർ, സ്വഭാവം അല്ലേ? അപ്പം ഞാൻ ജസ്റ്റ് പോയിന്റ്സ് ആണ് ഇവിടെ തരുന്നത്. ബിസിനസ് റിസ്ക് അറൈസ് ഡ്യൂ ടു അൺസർട്ടിനിറ്റീസ്. അൺസർട്ടിനിറ്റീസിനെയൊക്കെ എന്ത് ചെയ്യും? അറൈസ് ചെയ്യും, റിമൂവ് ചെയ്യും എന്നാണ് പറയുന്നത്. റിസ്ക് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എവറി ബിസിനസ്. റിസ്ക് എന്ന് പറയുന്നത് എല്ലാ ബിസിനസിന്റെ എസെൻഷ്യൽ മേജർ ഫാക്ടർ തന്നെയാണ്. ഡിഗ്രി ഓഫ് റിസ്ക് ഡിപ്പെൻഡ്സ് മെയിൻലി അപ്പോൺ ദി നേച്ചർ ആൻഡ് സൈസ് ഓഫ് ബിസിനസ്. ബിസിനസ് വരുന്നത് എന്തിൻ്റെ ഒരു ഇതനുസരിച്ചാണ്? നമ്മുടെ ആ ഒരു കമ്പനീൻ്റെ സൈസ് അല്ലെങ്കിൽ ആ സ്വഭാവം അനുസരിച്ചായിരിക്കും നമുക്ക് റിസ്ക് അല്ലേ, നമുക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ടാവുക. ദെൻ പ്രോഫിറ്റ് ഈസ് ദി റിവാർഡ് ഫോർ റിസ്ക് ടേക്കിംഗ്. റിസ്ക് എടുക്കുന്നതിൻ്റെ റിവാർഡ്, പ്രതിഫലം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദി സ്റ്റേജസ് ഇൻവോൾവ്ഡ് ഇൻ ദി ഫോർമേഷൻ ഓഫ് എ കമ്പനി. നമ്മളൊരു കമ്പനി ഫോം ചെയ്യുമ്പോൾ കുറച്ച് സ്റ്റേജസ് ഒക്കെ ഉണ്ട് അല്ലേ? അത് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ, പ്രൊമോഷൻ. പ്രൊമോഷൻ ഈസ് ദി ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദി ഫോർമേഷൻ ഓഫ് ദി കമ്പനി. ഇറ്റ് ഈസ് ദി കൺവേയിങ് ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ടേക്കിംഗ് ദി ഇനിഷ്യേറ്റീവ്സ് ടു ഫോം എ കമ്പനി. ഒരു കമ്പനി തുടങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ പബ്ലിക്കിലേക്ക് അറിയിക്കുന്ന ഇതിനെയാണ് പ്രൊമോഷൻ എന്ന് പറയാം. ഒരു പരസ്യം പോലെ കൊടുക്കുക. സെക്കൻഡ് വൺ ആണ് ഇൻകോർപ്പറേഷൻ ഓഫ് ദി കമ്പനി. Incorporation is the second stage in the company formation. Incorporation means registration of the company under Indian Companies Act 1956. ഇൻകോർപ്പറേഷൻ ഓഫ് ദി കമ്പനി എന്ന് പറയുന്നത് കമ്പനീൻ്റെ രജിസ്റ്റർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ രജിസ്റ്ററിങ്ങിനെയാണ് കാണിക്കുന്നത്. അത് എന്ത് പ്രകാരമാണ്? ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് ഇവിടെ പറയുന്നത്. തേർഡ് പോയിന്റ്, ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ. എ പബ്ലിക് കമ്പനി ക്യാൻ റൈസ് ഫണ്ട് ഫ്രം ദി പബ്ലിക് ബൈ ഇഷ്യൂയിങ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്. ഓക്കെ. അപ്പോൾ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്ന എന്താണ്? ഒരു പബ്ലിക് കമ്പനി എങ്ങനെയൊക്കെയാണ് ഫണ്ട് റേസ് ചെയ്യുക? പബ്ലിക്കിൻ്റെ രണ്ട് ടൈപ്പിലാണ്. ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടും അതുപോലെ തന്നെ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തുകൊണ്ട് നമ്മുടെ പബ്ലിക് എന്ത് ചെയ്യും? ക്യാപിറ്റൽ റേസ് ചെയ്യുന്ന പ്രോസസ്സ്. ഫോർത്ത് വൺ ആണ്, അല്ലെങ്കിൽ ഫോർത്ത് സ്റ്റേജ് ആണ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. ബിസിനസ് നിലവിൽ വരുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ. ദെൻ
ലിസ്റ്റ് എനി 3 ഫീച്ചേഴ്സ് ഓഫ് എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഏതെങ്കിലും 3 ഫീച്ചേഴ്സ് ലിസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഈ കമ്പനി ഈസ് എ ക്രിയേഷൻ ഓഫ് ലോ ആൻഡ് ആസ് എ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. ഈ കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് അല്ലേ, നമുക്ക് കാണാനൊന്നും കഴിയാത്തൊരു പേഴ്സൺ ആണ്. സോ ഇതെന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണ് സെപ്പറേറ്റ് ആയിട്ടുള്ള ലീഗൽ എക്സിസ്റ്റൻസും അതുപോലെ ഒരുപാട് നിയമങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് നമ്മളൊരു കമ്പനി എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഇറ്റ് ഈസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഇറ്റ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ സെപ്പറേറ്റ് ഫ്രം ദോസ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. നമ്മുടെ കമ്പനിയിലുള്ള ഓരോ മെമ്പേഴ്സിനും അസറ്റ്സും ലയബിലിറ്റീസും സെപ്പറേറ്റ് ആയിട്ടാണ് ഡിവിഷൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ലീഗൽ നിയമപരമായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസും നിലവിലുണ്ടാവും. തേർഡ് പോയിന്റ്, ഫോർമേഷൻ. ടു ഫോം എ കമ്പനി, രജിസ്ട്രേഷൻ ആസ് പെർ കമ്പനീസ് ആക്ട് ഈസ് കമ്പൽസറി. ഒരു കമ്പനി ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ കമ്പനീസ് ആക്ട് പ്രകാരം എന്തായാലും രജിസ്റ്റർ ചെയ്തിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് എ പ്രൊമോട്ടർ? ആരാണ് പ്രൊമോട്ടർ? എനി പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഓർ ഈവൻ എ കമ്പനി ഹു ടേക്സ് ദി ഇനിഷ്യേറ്റീവ് ഫോം എ കമ്പനി ആർ കോൾഡ് പ്രൊമോട്ടേഴ്സ്. ഒരു കമ്പനി നിലവിൽ വരണം എന്ന് പറഞ്ഞ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അല്ലേ തയ്യാറെടുപ്പിലൂടെ മുന്നോട്ട് വരുന്ന ആ ഒരു പേഴ്സണെയാണ് പ്രൊമോട്ടർ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ആണ് വാട്ട് ആർ ദി സ്കോപ്പ് ഓഫ് ഇ ബിസിനസ്? ഇലക്ട്രോണിക് ബിസിനസിന്റെ സ്കോപ്പ് അത് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ് B2B കോമേഴ്സ് അഥവാ ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷൻസ്. സെക്കൻഡ് വൺ B2C കോമേഴ്സ്, ബിസിനസ് ടു കൺസ്യൂമർ ട്രാൻസാക്ഷൻ. തേർഡ് വൺ ഇൻട്രാബി കോമേഴ്സ്. ഫോർത്ത് വൺ C2C കോമേഴ്സ്, കൺസ്യൂമർ ടു കൺസ്യൂമർ ട്രാൻസാക്ഷൻ. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് ഇ ബിസിനസ്, ഇലക്ട്രോണിക് ബിസിനസിന്റെ ബെനിഫിറ്റ്സ്. അവിടെ ഈസി ഫോർമേഷൻ ആണല്ലേ, നമുക്കിപ്പോൾ ഓൺലൈനിൽ ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു പേജ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് തുടങ്ങാവുന്നതാണ്. നെക്സ്റ്റ് ആണ് ലെസ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ എമൗണ്ട് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട, വളരെ ചുരുങ്ങിയ എമൗണ്ട് വെച്ച് നമുക്ക് തുടങ്ങാനായിട്ട് പറ്റും. കൺവീനിയൻസ്, ഇവിടെ കൺവീനിയൻസ് ഉണ്ട്, പോസിബിൾ ആണല്ലേ, നമുക്ക് മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഷെയർ ചെയ്ത് അറിയിക്കാനായിട്ട് പറ്റുന്നു. പിന്നെ സ്പീഡ്, ഈ ബിസിനസ് വളരെ സ്പീഡാണ്. ഇപ്പം നമ്മൾ കടയിൽ പോയി ഒരു ഡ്രസ്സ് എടുക്കുന്ന അതേ സ്ഥാനത്ത് ഫ്ലിപ്പിലൊക്കെ ഓർഡർ ചെയ്യുന്നത് വളരെ ഈസിയാണ്. ഫ്ലിപ്പിൽ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ബട്ടൺ ഞെക്കുക അത് ഓർഡർ ആവും, പക്ഷെ അവിടെ അങ്ങനെയല്ല. ഓക്കെ, ദെൻ ഗ്ലോബൽ റീച്ചും ആക്സസ് ഉണ്ടാവും. മൂവ്മെന്റ് ടുവാർഡ് പേപ്പർലെസ് സൊസൈറ്റി. നമ്മുടെ ഇവിടെ പേപ്പറും കാര്യങ്ങളും ബില്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ, നമ്മൾ ഓർഡർ ചെയ്യുന്ന ആ ഒരു സാധനം ഡയറക്റ്റായിട്ട് കയ്യിൽ എത്തിക്കുന്ന ഒരു പ്രോസസ്സൊക്കെയാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്, ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് ഞാനിവിടെ തരുന്നുണ്ട്. സോ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. എന്തൊക്കെയാണ്? അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, ഇൻഡെമിനിറ്റി, പ്രോക്സിമേറ്റ് കോസ, സബ്രോഗേഷൻ, കോൺട്രിബ്യൂഷൻ, മിറ്റിഗേഷൻ. ഓക്കെ, ദെൻ ഡിഫൈൻ സോൾ പ്രോപ്പറേറ്റർഷിപ്പ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ് ഫീച്ചേഴ്സ്. എന്താണ് സോൾ പ്രോപ്പറേറ്റർഷിപ്സ്, അതുപോലെ തന്നെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോൾ പ്രോപ്പറേറ്റർഷിപ്പ് എന്താണ്? സോൾ പ്രോപ്പറേറ്റർഷിപ്പ് മേ ബി റെഫേർഡ് ടു ആസ് എ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഓൺഡ്, മാനേജ്ഡ് ആൻഡ് controlled by an individual who is the recipient of all profits and bearer of all risk. സോൾ പ്രോപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത് ഓൺ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്ന കാര്യമാണ് ഒറ്റ പേഴ്സൺ ആയിരിക്കും. സോ ഒറ്റ പേഴ്സൺ തുടങ്ങുന്ന ആ ബിസിനസ്സിനെയാണ് സോൾ പ്രോപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അവിടെ ഉണ്ടാകുന്ന ലോസും ആൾക്ക് തന്നെയാണ്, അവിടെ എന്ത് പ്രോഫിറ്റ് ഉണ്ടായാലും ആൾക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് ഞാനിവിടെ ജസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഫോർമേഷൻ ആൻഡ് ക്ലോഷ്യർ അല്ലേ, ഇവിടെ ഫോർമേഷനും ക്ലോഷ്യറും വളരെ ഈസിയാണ്. ഒറ്റയ്ക്ക് തുടങ്ങുന്ന ബിസിനസ് ആണല്ലോ, സോ എപ്പോൾ വേണമെങ്കിലും തുടങ്ങുകയും ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും നിർത്താനും പറ്റും. നെക്സ്റ്റ് ആണ് ലേബിലിറ്റി. ലേബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് അൺലിമിറ്റഡ് ആണ്, കാരണം ഒറ്റ പേഴ്സൻ്റെ തലയിലല്ലേ വരുന്നത്. സോ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായാലും നമ്മൾ ഒറ്റയ്ക്ക് തന്നെ നേരിടണം. തേർഡ് വൺ ആണ് സോൾ റിസ്ക് ബെയറർ ആൻഡ് പ്രോഫിറ്റ് റെസിപ്പിയൻ. നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായാലും നമുക്ക് തന്നെയാണ്, ലോസ് ഉണ്ടായാലും അത് നമുക്ക് തന്നെയാണെന്നാണ് പറയുന്നത്. ഇനി കൺട്രോളിൻ്റെ കാര്യം എങ്ങനെയാണ്? കൺട്രോൾ നമ്മൾ തന്നെയായിരിക്കും അല്ലേ, അവിടെ എന്തൊക്കെ നടക്കണം എന്നൊക്കെ നമ്മൾ തന്നെയായിരിക്കണം തീരുമാനിക്കേണ്ടത്. നോ സെപ്പറേറ്റ് എൻറ്റിറ്റി, ഇവിടെ ആരും വേറെ കാര്യങ്ങളും തീരുമാനിക്കാനും ഡിസൈഡ് ചെയ്യാനും തന്നെ ആരും തന്നെ ഇല്ല. സോ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ കമ്പനിക്ക് ബെനിഫിറ്റ് ആവുന്ന പോലെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെയാണ് പറയുന്നത്. ലാക്ക് ഓഫ് ബിസിനസ് കണ്ടിന്യൂറ്റി, പക്ഷെ നമ്മൾ മരിച്ചു പോവേ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖം പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ കമ്പനി ഓൺ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേറൊരു പേഴ്സൺ ഉണ്ടാവില്ല എന്നൊക്കെയാണ് ഫീച്ചേഴ്സിൽ പറയുന്നത്. നെക്സ്റ്റ് ആണ് ഹു ഈസ് കർത്ത. കർത്ത എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, എവിടെയാണ് കേട്ടിട്ടുള്ളത്? ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിൽ. ഓക്കെ, അപ്പോൾ ദി ഫാമിലി ബിസിനസ് ഈസ് മാനേജ്ഡ് ബൈ ദി എൽഡസ്റ്റ് മെയിൽ മെമ്പർ കോൾഡ് കർത്ത. കർത്ത എന്ന് പറയുന്നത് ആ കമ്പനിയിലെ ഏറ്റവും മൂത്ത ആളാണ് കർത്ത എന്ന് പറയുന്നത്. സോ ഒരു ബിസിനസ് തുടങ്ങി ആദ്യം ഹെഡാണ് കർത്ത. ആൾ മരിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഹെഡായിട്ട് ആരാണ് വരുന്നത്? അവരായിരിക്കും കർത്ത എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഡിഫൈൻ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്.
Departmental undertaking is a form of public sector enterprise established as a department of ministry. Departmental undertaking എന്ന് പറയുന്നത് ഒരു പബ്ലിക് സെക്ടറിൻ്റെ ഒരു ഫോർമേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു പബ്ലിക് സെക്ടറാണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മിനിസ്ട്രി തന്നെ ആയിരിക്കും. നെക്സ്റ്റ് ആണ് ഡെഫിനിഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഓർ പബ്ലിക് കോർപ്പറേഷൻ. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അല്ലെങ്കിൽ എന്താണ് പബ്ലിക് കോർപ്പറേഷൻ എന്ന് ചോദിക്കും. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഈസ് എ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ എ സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെന്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ദി ആക്ട് ഡിഫൈൻ ഇറ്റ്സ് പവേഴ്സ്, ഫങ്ഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻ. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു പബ്ലിക് സെക്ടറിൻ്റെ ഓർഗനൈസേഷൻ തന്നെയാണ്. പക്ഷേ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പാർലമെന്റിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പ്രകാരം ഒരു സ്പെഷ്യൽ ആക്ട് പ്രകാരമായിരിക്കും. ഈ ഒരു ആക്ടിൽ മെയിൻലി ഡിഫൈൻ ചെയ്യുന്നത് അതിൻ്റെ പവേഴ്സ്, ഫങ്ഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്വിറ്റി ഷെയർസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസും. ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും തമ്മിലുള്ള ഡിഫറൻഷിയേറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഒരു 6 പോയിന്റ്സ് എങ്കിലും അറിഞ്ഞിരിക്കണം. ദെൻ പ്രിവിലേജസ് ഓഫ് 1% കമ്പനി. 1% കമ്പനിയുടെ പ്രിവിലേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ്. ഈ 1% കമ്പനീനെ തന്നെയാണ് മേ ബി എക്സ്പാൻഡ് ഒ പി സി എന്ന് ചോദിക്കുക. ഒ പി സി എന്ന് വെച്ചാൽ ഒന്നുമില്ല, 1% കമ്പനിയാണ്. ഓക്കെ, അതിൽ എ 1% കമ്പനി ക്യാൻ എൻജോയ് ദി ഫോളോയിങ് പ്രിവിലേജസ്. ചില കാര്യങ്ങൾ അവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും, ചില ബെനിഫിറ്റ്സ് അവർക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. അതെന്തൊക്കെയായിരിക്കാം? ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് നീഡ് നോട്ട് ഹോൾഡ് ആൻ ആനുവൽ ജനറൽ മീറ്റിംഗ്. അതായത് വർഷാവർഷം ഇവർക്ക് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം എന്നില്ല. സെക്കൻഡ് വൺ, ദി മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഈസ് 1. ഇവിടെ ആകെ ഒരൊറ്റ ഡയറക്ടർ മാത്രമേ ആവശ്യമുള്ളൂ. തേർഡ് പോയിന്റ്, ദർ ഈസ് നോ നീഡ് ഓഫ് അപ്പോയിന്റിങ് ആൻ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ. ഇവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഫോർത്ത് പോയിന്റ്, റിട്ടയർമെന്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ റൊട്ടേഷൻ ഈസ് നോട്ട് അപ്ലിക്കേബിൾ. ഒരാളിപ്പോൾ റിട്ടയർ ആയി, ഒരു ഡയറക്ടർ പോയി, സോ അടുത്ത ഡയറക്ടറിന് റൊട്ടേഷൻ്റെ ഒന്നും അവിടെ ആവശ്യമില്ല. ഫിഫ്ത്ത് പോയിന്റ്, ദർ ഈസ് നോ നീഡ് ഓഫ് പ്രിപ്പയറിംഗ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആസ് പാർട്ട് ഓഫ് ഇറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഗ്രൂപ്പിലാണുള്ളത്? മെയിൻലി ഫസ്റ്റ് വൺ ആണ് റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് ദി ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ്. സെക്കൻഡ് പോയിന്റ്, റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് ദി വർക്കേഴ്സ്. തേർഡ് പോയിന്റ്, റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് ദി കൺസ്യൂമേഴ്സ്. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇതെന്തായാലും എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്ന പോയിന്റ്സ് അതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. ഫോർത്ത് പോയിന്റ്, റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് ദി ഗവൺമെന്റ് ആൻഡ് ദി കമ്പനി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് ആണ്, വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് 6 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റൻ ആണ്. പക്ഷേ ഞാൻ ഇവിടെ വളരെ ഷോർട്ടായിട്ട് തന്നിരിക്കുകയാണ്. 2 ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ആണ് കൊമേഴ്ഷ്യൽ ബാങ്കിനുള്ളത്, പ്രൈമറിയും സെക്കൻഡറിയും. പ്രൈമറി ഫങ്ഷൻസിൽ 2 ഫങ്ഷൻസ് ഉണ്ട്, അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും ലെൻഡിങ് ഓഫ് മണി. സെക്കൻഡറി ഫങ്ഷൻസിൽ 2 ഫങ്ഷൻസ് ഉണ്ട്, ഏജൻസി സർവീസും ജനറൽ യൂട്ടിലിറ്റി സർവീസസും. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും പഠിക്കുക. അതുപോലെ തന്നെ ചാപ്റ്റർ 2 മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിൽ വരുന്ന എല്ലാ ടേംസും, സോൾ പ്രോപ്രിയേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, കോപ്പറേറ്റീവ് സൊസൈറ്റി, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, അപ്പോൾ ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ്, ലിമിറ്റേഷൻസ്, അതുപോലെ തന്നെ ഫീച്ചേഴ്സ്, ഇതെല്ലാം നിങ്ങൾക്ക് നല്ല രീതിക്ക് ഐഡിയ കൂടെ ഉണ്ടാവണം കേട്ടോ. പിന്നെയും പഠിച്ചില്ല, ഇനി പാസ്സാവില്ല എന്നൊന്നും വിചാരിച്ചിരിക്കരുത്. ഇത്രയും ക്വസ്റ്റ്യൻസും വിത്ത് ആ സെക്കൻഡ് ചാപ്റ്ററും കൂടെ ഫുള്ളി നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.